إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, രോഗികൾ, അള്ളാഹു എല്ലാവരുടേക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആളുകൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അയാൾ നിസ്കാരവും നോമ്പും ഒക്കെയുള്ള ആളാണ്, പക്ഷെ അയാൾ സ്വഭാവം അത്ര ശരിയല്ല, വേഗം ദേഷ്യപ്പെടും, അയാൾ എടുത്തുചാട്ടക്കാരനാണ് ഒക്കെ. ഇങ്ങനെ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. ചിലരെ കുറിച്ച് പറയും, പുറത്ത് അയാൾ മാന്യനാണ്, വീട്ടിൽ അയാൾ മഹാമോശമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ളവർ ചിലരെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ എന്നാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ട് അല്ലെ? അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ജുമുഅക്കെത്തണമെന്ന കണിശത നമ്മൾ കാണിക്കുന്നത്. ഒരു മാസവും ചില്ലറ ദിവസങ്ങളും കഴിഞ്ഞാൽ റമളാനിലേക്ക് എത്തും, ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. സക്കാത്ത് ഒരു വർഷമായാൽ കണക്ക് കൂട്ടി കൊടുക്കണമെന്ന് തീരുമാനിക്കാറുണ്ട്. ബോധപൂർവമായി എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സ്വഭാവം ഉണ്ടാകണമെന്ന്, സ്വഭാവം മാറ്റണമെന്ന്, നന്നാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. രോഗം, അസുഖം, ചികിത്സ, അങ്ങനെ നീണ്ടുപോകുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ, പടച്ചോനെ എന്റെ സ്വഭാവം നല്ല സ്വഭാവമാക്കണേ എന്ന്? സ്വഭാവത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നതിന് 10 പ്രത്യേകതകൾ ഞാൻ പറയാൻ ശ്രമിക്കാം. 10 നല്ല സ്വഭാവങ്ങളും ഇൻഷാ അല്ലാഹ് സമയത്തിൽ നിന്ന് പറയാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല സ്വഭാവമുള്ള ആൾക്ക് റമളാനിൽ നോമ്പ് നോറ്റ് രാത്രി നിസ്കരിക്കുന്ന ആളെ പ്രതിഫലം കിട്ടും. ഷോപ്പൊക്കെ ഉണ്ടെങ്കിലേ ഒരാളെന്താ ചെയ്യാറ്? നിങ്ങൾക്ക് നോമ്പിനൊക്കെ തറാവീഹിലെങ്കിലും പോകണം, ഇല്ലെങ്കിൽ ഖിയാമുൽ ലൈലിലെങ്കിലും പോകണം എന്ന് തീരുമാനിക്കുന്ന ചില ആൾക്കാരെ കാണാറുണ്ട്. നോമ്പ് നോൽക്കുന്നുണ്ട്, അല്ലാത്തപ്പോൾ നിസ്കരിച്ചില്ലെങ്കിലും റമളാനിലെ നിസ്കാരം കളയാത്ത ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി, അവന്റെ സൽ സ്വഭാവം കൊണ്ട് മുഅ്മിന് ലഭിക്കും ദറജത്തസ് സ്വാഇമിൽ ഖായിം, നോമ്പ് നോറ്റ് നിസ്കരിക്കുന്ന ആളെ പ്രതിഫലം. നോമ്പുകാരന് റയ്യാൻ കിട്ടും, രാത്രി നിസ്കരിക്കുന്ന ആൾക്കോ അതിനും അപ്പുറത്താണ്. അത് കിട്ടും ആർക്ക്? സ്വഭാവം നന്നാക്കിയ മാത്രം. രണ്ടാമത്തെ പ്രത്യേകത, നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന പ്രതിഫലമായിരിക്കും. നാളെ പരലോകത്ത് റബ്ബ് നമ്മുടെ നന്മ തിന്മകൾ ഹിസാബിൽ കണക്ക് കൂട്ടുന്ന നേരം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും കാണുന്ന
മീസാനിൽ കനം തൂങ്ങുന്ന ഒരു പ്രതിഫലാണെന്ത്? സ്വഭാവം എന്നുള്ളത്. മാ ശൈഇൻ അസ്കലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖി ഹസൻ. ഒരാളെ തുലാസ് ഏറ്റവും കൂടുതൽ കനം തൂങ്ങുക അയാളുടെ സ്വഭാവമാണ്. വ ഇന്നല്ലാഹ ലയബ്അഉൽ ഫാഹിഷൽ ബദീഅ. അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയായ ഒരാളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഡബിൾ മീനിങ്ങിൽ അർത്ഥം പറയുന്ന ആൾക്കാരില്ലേ, ഓല അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നല്ല സ്വഭാവമുള്ള ആൾക്കാരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പൊ ഡബിൾ മീനിങ് പറയാന്നുള്ളത് ഒരു മോശപ്പെട്ട സ്വഭാവമാണ് എന്ന് കിട്ടും അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ പൊരിഞ്ഞ ചർച്ചയും ജയിൽവാസൊക്കെ എന്തിനാണ്? അതിന്റെ പേരിലാണ്. മൂന്നാമത് നിങ്ങൾക്ക് സ്വർഗം കിട്ടും. സ്വർഗത്തിൽ പോകാൻ നല്ല സ്വഭാവം കാരണമാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കപ്പെട്ടു, നബിയെ എന്താണ് ജനങ്ങൾ സ്വർഗത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ കാരണം? ഒന്ന് സ്വഭാവമാണ്, രണ്ട് തഖ്വയാണ്. തഖ്വ ആരായിട്ട് ബന്ധപ്പെട്ടതാണ്? അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്. സ്വഭാവം ആര് തമ്മിലുള്ളതാണ്? അടിമയും തമ്മിലുള്ള ബന്ധമാണ് സ്വഭാവമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. നാലാമത്തെ കേട്ടോളിട്ടോ, സ്വർഗത്ത് പോകുന്നു മാത്രല്ല, സ്വർഗത്തിൽ ഏറ്റവും ടോപ്പിൽ പോകും, ഏറ്റവും വിശിഷ്ടമായ സ്ഥലത്ത് പോകും. സ്വർഗത്തിൽ ഏറ്റവും വിശിഷ്ടമായ സ്ഥലം ഏതാ? സ്വർഗത്തിന് എത്ര പദവി ഉണ്ട്? ചില ആൾക്കാർ അറിയാം 8 പദവി അറിയാം. അത് 8 വാതിലാണ്. ഇന്നലിൽ ജന്നതി മിയതു ദറജ മാ ബൈന സമാ മാ ബൈന ദറജതൈൻ കമാ ബൈന സമാഇ വൽ അർള്. സ്വർഗത്തിൽ 100 പദവിയാണ്. ഓരോന്നിന്റെയും ഡിസ്റ്റൻസ് ഇവിടുന്ന് ആകാശത്തിനും ഭൂമിക്കിടയിലുള്ള ദൂരാണ്. എത്രയെന്ന് വെറുതെ ഒന്ന് അടിച്ചു നോക്കണ്ടേ, അപ്പം കാണും. സൂര്യൻക്കുള്ള ദൂരം അവിടെ നിന്നൊക്കെ അടിച്ചു നോക്കിയാൽ കാണും. അത്രയും വിശാല സ്വർഗത്തിൽ ഒരു പദവി അടുത്ത പദവിക്കിടയിൽ. അങ്ങനത്തെ ഏറ്റവും വലിയ പദവി ഏതറിയോ? ഫിർദൗസ് ആണ്. നിങ്ങൾ ചോദിക്കാണ് ഈ പഠിച്ചാനെ സ്വർഗം തരണേ ചോദിക്കണ്ട, പിന്നെ ഫിർദൗസ് തരണേന്ന് ചോദിച്ചോണ്ടേ. പടച്ചവനോട് കൂടുതൽ ചോദിക്കൊണ്ട് ഒരു പ്രശ്നമില്ല. പടപ്പാളോട് കൂടുതൽ ചോദിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? പ്രശ്നം ഉണ്ടാവുക. ആ സ്വർഗത്തിൽ ലഭിക്കും, ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈദ്, ഞാൻ ഗ്യാരണ്ടി, ഞാൻ ജാമ്യം. ആർക്കാണ്? ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാ വ ഇൻ കാന മുഹിക്ക. ഹക്കാണെങ്കിലും തർക്കിക്കാത്തവന് സ്വർഗത്തിന്റെ ഓരത്തൊരു വീട്. തമാശക്ക് പോലും കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിലൊരു വീട്. വബിബൈതിൻ ഫീ അഅ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ അഥവാ ജന്നാത്തുൽ ഫിർദൗസിൽ. ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത എന്താണ്? നുസ്ലം മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന റബ്ബിൽ നിന്നുള്ള ആതിഥേയത്വം ലഭിക്കുന്ന സ്ഥലമാണ് ഫിർദൗസ്. ആ ഫിർദൗസിൽ ആർക്കുണ്ടറിയോ? ലിമൻ ഹസ്സന ഖുലുഖഹു, നല്ല സ്വഭാവം ഇല്ലട്ടോ, സ്വഭാവം നന്നാക്കിയോനെന്നാ. എന്താ പറയണ്ടേ? നമ്മളെന്താ പറയാ? എനിക്കൊരു ജാതി സ്വഭാവമാണ്, എന്റെ ഉപ്പാക്കും അങ്ങനെയാണ്, എന്റെ ഉപ്പാന്റെ ഉപ്പാക്കും അങ്ങനെയാണ്, ഞങ്ങൾ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഇല്ല, അവരൊക്കെ അങ്ങനെയായിരുന്നു. ആ പ്രകൃതി എനിക്കില്ല, ഞാൻ എന്റെ സ്വഭാവം മാറ്റി എന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം എന്ത്? സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥലം. അവിടെ ആരുണ്ടാകും? അഞ്ചാമത് പ്രത്യേകത കേട്ടോ, അവിടെ നബിന്റെ കൂടെ കഴിയാൻ സാധിക്കും. അലാ ഉഖ്ബിറുകും ബിഅഹബ്ബകും ഇലല്ലാഹ് വഅഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എന്റെ അടുക്കൽ ഏറ്റവും സീറ്റുള്ള, എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളാരാണെന്ന് പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു അതെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അഹാസിനുകും അഖ്ലാഖ, നല്ല സ്വഭാവമുള്ള ആളുകളാണ്. എന്നിട്ട് ഹദീസിന്റെ ബാക്കി എന്താ? നിങ്ങൾക്ക് നല്ല സ്വഭാവത്തിന്റെ പ്രത്യേകത, അവരുടെ സ്വഭാവം കൊണ്ട് ആൾക്കാരെ ഇണക്കും, ആൾക്കാരുടെ ഇണങ്ങും ചെയ്യും. മസിലിടിച്ചുക്കൂല, ആളുകളോട് ഇണങ്ങും. അങ്ങോട്ട് പോയിട്ട് സോറി പറയും. അവരോട് എന്ത് ചെയ്യും? ചെന്നിട്ട് അവരോട് ഇണക്കപ്പെടാനുള്ള എല്ലാ മാർഗവും എന്ത് ചെയ്യും? സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. ബാക്കിയുള്ളവർക്ക് ദ്രോഹം വരുത്താത്ത ആൾക്കാര്. ചില ആളുകളുണ്ടല്ലോ, ഒരു തവണ തെറ്റിയ പിന്നെ അവരോട് മിണ്ടനല്ല, അങ്ങനെ പാടില്ല എന്നർത്ഥം. ആ ആറാമത്തെ പ്രത്യേകത, ഏറ്റവും ഉത്തമർ അവരാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വല മുതഫഹിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയാസം ചെയ്യുന്ന ആളല്ല, തോന്നിയാസം പറയുന്ന ആളുമല്ല. തോന്നിയാസം ചെയ്യലും കുറ്റാണ്, തോന്നിയാസം പറയലും കുറ്റമാണ് എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല ആള് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്.
ഈമാനിന്റെ പൂർത്തീകരണമാവണമെങ്കിൽ നിസ്കരിച്ചാലും നോമ്പാറ്റാലൊന്നും പോരാ. എന്തുവാണ് നിങ്ങൾക്ക് സ്വഭാവം? അക്മൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുൽഖ. ഈമാൻ പൂർത്തിയായ ആള് സ്വഭാവം നന്നായ ആളാണ്. നിസ്കരിച്ചാളും നോമ്പറ്റാളും മാത്രല്ല, സ്വഭാവം കൂടി എന്ത് ചെയ്യണം? നന്നാക്കണം എന്നാണ്. മാത്രല്ല എട്ടാമത്തെ പ്രത്യേകത, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരെയാണ്. സഹാബത്ത് പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരുന്നു ഒരു സദസ്സില്. ഞങ്ങൾ തലയിൽ ഒരു പക്ഷി വന്നാൽ എത്ര ശ്രദ്ധിക്കും? അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കാണ്. ആ നേരത്ത് ഇതൊന്നും പരിഗണിക്കാതെ ഒരു സങ്കടം വന്നു സദസ്സൊക്കെ. എന്നിട്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം. ഞങ്ങൾ ആരും മിണ്ടണില്ല, ഞങ്ങളെല്ലാവരും നബി പറയണ ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കാണ്. ആ നേരത്തെ ഒരു കൂട്ടാൾക്കാർ ഒന്നിന് ചോദിക്കണേ, സദസ്സെല്ലാം അലങ്കോലാക്കിയിട്ടുള്ള ചോദ്യം, നബി മനുഷ്യന്മാർക്ക് നല്ല ആൾക്കാരാരാ? അവിടുന്ന് പറഞ്ഞു, അഹ്സനുഹും അഖ്ലാഖ, നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. ഇനി 10ാമത്തത് കേട്ടോളൂ, മുസ്ലിങ്ങളിൽ ഏറ്റവും നല്ല ആൾക്കാരവരാണ്. ഇന്നൽ ഫഹ്ശ വത്തഫഹുശ ലൈസ മിനൽ ഇസ്ലാം. തോന്നിയാസം ചെയ്യലും തോന്നിവാസം പറയലും ഇസ്ലാമിൽ പെട്ടതേയല്ല. ജനങ്ങളിൽ ഏറ്റവും നല്ല ഇസ്ലാം ഏറ്റവും നല്ല സ്വഭാവമാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ഇതെവിടുന്നാ കിട്ടുക? എങ്ങനെ നല്ല സ്വഭാവമുള്ള ആളാവുക? അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ? ഉണ്ട്. എന്താ മാർഗം അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാണ് മാർഗം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് സഅദ് ഇബ്നു ഹിശാം ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ അൻബിഅനി അൻ ഖുൽഖി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ സ്വഭാവത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അലൈസ തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ പഠിക്കല്ലേ, ഓതാറില്ലേ? അവർ പറഞ്ഞു, അതേണ്ട്. എങ്കിൽ ഫഇന്ന ഖുൽഖ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, നബിന്റെ സ്വഭാവം ഏതാ? ഖുർആനാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ആ മാതൃക ആർക്കാണെന്നോ? അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. പരലോകം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല സ്വഭാവം ആരിലുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട്. അതുകൊണ്ടാണ് സഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് വല്ല ഉപദേശം തരുമോ? അവിടെ പറഞ്ഞു, ഇത്തഖില്ല, പടച്ചോനെ സൂക്ഷിച്ചോ. എവിടെയാണെങ്കിലും പടച്ചവനെ സൂക്ഷിക്കുക. പടച്ചവനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, മനുഷ്യന്മാരുടെ നല്ല കോലത്തിൽ പെരുമാറാൻ പഠിക്കണം. നല്ല സ്വഭാവത്തിലൊന്ന് പെരുമാറാൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നല്ല സ്വഭാവം? കുറച്ച് എല്ലാം നല്ല സ്വഭാവം നമുക്ക് പറയാൻ പറ്റൂല, എങ്കിലും ചില നല്ല സ്വഭാവങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഖപ്രസന്നത എന്നാണ്, ചിരിക്കാന്ന്. ചില ആളുകൾ ബലൂൺ വീർപ്പിച്ചതിരായിരിക്കും, മസിൽ പിടിച്ചിട്ടേ നടക്കുള്ളൂ, അവരുടെ പ്രകൃതമായിരിക്കും. അപ്പൊ അവരോട് പറഞ്ഞാൽ പറയും, അതിന്റെ പ്രകൃതാണ്. ഞാൻ മാത്രമാണ്, ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ്, ഞങ്ങളെ ഫാമിലി മൊത്തം അങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ എന്റെ സ്വഭാവം മാറ്റും. ക്ലിയർ? ഞങ്ങൾ കുടുംബത്തിനെ കുറ്റം പറയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗത്തിന് ഏറ്റവും ഉന്നതിൽ ആർക്കാ വീടുള്ളത്? സ്വഭാവം നന്നായ ആൾക്കല്ല, സ്വഭാവം നന്നാക്കിയ ആൾക്ക്. നന്നാക്കിയപ്പോഴാ വണ്ടി കേട് വന്നപ്പോ നന്നാക്കി, അല്ലെങ്കിൽ നന്നാക്കോ? കേട് വന്നൊരു സാധനത്തിന് എന്ത് ചെയ്യാ? നന്നാക്കുക. നല്ല സ്വഭാവം ആക്കുക. ആവുക എന്നല്ല, ആയതല്ല, നല്ല സ്വഭാവമാക്കുക. അതൊന്ന്, ഒരാളെ കാണുമ്പോൾ ചിരിക്കുക എന്നാണ്. ചിരിക്കണം. ചില ആളുകൾക്ക് ചിരിക്കാൻ ഭയങ്കര മടി, ബോധപൂർവമല്ല, ചിരിക്കുക. എന്താ അറബിലൊരു തബസ്സമ, പുഞ്ചിരിക്കണം. ലഹിക്കാന്ന് പറഞ്ഞാൽ ചിരിക്കുക. ചിരിക്കണം, പൊട്ടിച്ചിരിക്കണം. ഇവിടെ നിന്നല്ല, പൊട്ടിച്ചിരിക്കേണ്ട എവിടുന്ന? ലോഹികത്തും മുസ്തബ്ശിറ വവുജൂഹു യൗമൈദിൻ അലൈഹാ ഖബറ. പൊട്ടിച്ചിരിക്കും, ആർത്തുല്ലസിക്കും സ്വർഗ്ഗത്തിൽ. ഇവിടെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരി അധികാക്കണ്ട, നിന്റെ മനസ്സിനെ ചിരി കൊല്ലും. അതുകൊണ്ട് ഇവിടെ പുഞ്ചിരിച്ചാൽ മതി, പൊട്ടിച്ചിരിക്കണ്ട, പുഞ്ചിരിച്ചാൽ മതി. ഇവിടെ പൊട്ടിച്ചിരിക്കണ ആരായോ? ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത് കള്ളന്മാരാണ്, ഫാജിരികളാണ് ഇവിടുന്ന് പൊട്ടിച്ചിരിക്കുക. വിശ്വാസികളെ കണ്ടാൽ, അല്ലാത്തവർക്കൊക്കെ ഒരു പുഞ്ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മഹറൂഫി ശൈഅ, നന്മകളിൽ ഒന്നും നിസ്സാരായി കാണണ്ട. വലൗ അൻ തൽഖാ ഖാക ബിവജ്ഹി തുലികിൻ, നിന്റെ സഹോദരനെ കാണുമ്പോൾ ചിരിക്കാന്നുള്ളത്, ഒന്ന് പുഞ്ചിരിക്കാന്നുള്ളത് അതുപോലും
പുണ്യമാണ്. പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാല് ചുണ്ടൊന്ന് വിടർത്തി, പല്ല് കാണണമെന്നില്ല, മുന്നത്തെ ഒന്നോ രണ്ടോ പല്ല് കണ്ടാലും അതിനാ തബസ്സമ എന്ന് പറയാം. മറ്റൊരു വഹിക്ക, പൊട്ടിച്ചിരിക്കുക, ഉറക്കച്ചിരിക്കുക, ശബ്ദം കേട്ട് ചിരിക്കുക എന്നൊക്കെ പറയാം. പുഞ്ചിരിച്ചാൽ മതി, അതുപോലും പുണ്യമാണ്. ഒരാളിങ്ങനെ വരുമ്പോ അയാളൊന്ന് ചിരിച്ചാൽ സ്വതക്ക രേഖപ്പെടുത്തുമെന്നർത്ഥം. രണ്ടാമത്തെ സ്വഭാവം എന്തുകൊണ്ട് നമുക്ക് സത്യസന്ധതയാണ്. സത്യസന്ധത എന്നുള്ള ഏറ്റവും നല്ല സ്വഭാവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂരിഭാഗം കച്ചവടക്കാരങ്ങൾക്ക് പറയാം, നബി സല്ലല്ലാഹു അങ്ങാടി കൂടെ അങ്ങനെ നടന്നു. അപ്പൊ ഒരാള് കച്ചവടം ഇങ്ങനെ ചെയ്തപ്പോ അയാളെ കച്ചവട വസ്തുവിന്റെ അടിയിൽ നനഞ്ഞതുണ്ട്, മുകളിൽ ഉണങ്ങിയത്. നബി സല്ലല്ലാഹു ഇങ്ങനെ കൈയിട്ടു, അപ്പൊ അടിയിൽ നനഞ്ഞത് മുകളിൽ നല്ല ഉണങ്ങിയതുമാണ്. അയാളോട് ചോദിച്ചു എന്ത് ചോദിച്ചു. അയാൾ പറഞ്ഞു നബി ഇന്നലെ മഴ പെയ്തിരുന്നു, അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആൾക്കാരോട് പറഞ്ഞുകൂടായിരുന്നു, സത്യം പറഞ്ഞ് സത്യസന്ധമായി ചെയ്താൽ ബറക്കത്തുണ്ടാവുന്നു. അതുകൊണ്ട് സത്യസന്ധത എന്നത് നല്ലൊരു സ്വഭാവം. നിങ്ങൾ അളന്നെടുക്കുകയാണെങ്കിൽ, തൂക്കിയെടുക്കുകയാണെങ്കിലും പൂർത്തീകരിച്ചു ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. വഹ്സനു തഅ്വീല, നല്ല പര്യവസാനവും അതിനാണുള്ളത്. വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്നവർക്കാണു നാശം. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. അവര് വിചാരിക്കുന്നില്ലേ ഈ ജീവിതവും കടന്ന് മരണത്തിനപ്പുറത്തേക്ക് നാളെ റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലേണ്ടി വരും. ലിയൗമിൻ അളീം, വലിയൊരു ദിനമാണതെന്ന്. അതുകൊണ്ട് ആൾക്കാരെ നേരെ പറ്റിക്കണ്ട. ഒരു ഉമ്മ മോളോട് പറഞ്ഞു, മോളെ ഉമ്മറൊന്നും കാണൂല, ഉമ്മന്റെ കുട്ടി പാൽക്ക് കുറച്ച് വെള്ളം അധികാക്കിക്കോ, ആരും അറിയില്ലല്ലോ. അപ്പൊ ഉമ്മനോട് മോള് പറഞ്ഞു, അമ്മ ഉമർ കണ്ടാലോ, ഉമർ ഈ രാത്രി കാണൂലല്ലോ എന്നാണ്. ആ കുട്ടി പറഞ്ഞ വാക്കെന്തറിയോ, ഉമർ കാണൂല, പിന്നെ ആര് കാണും? പടച്ചോൻ കാണും. പടച്ചോൻ കാണൂലേ, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. ഉമർ റളിയല്ലാഹു അൻഹു ചെറിയൊരു അടയാളം ഇങ്ങനെ വെച്ചിട്ട് പോന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ നല്ലൊരു പെണ്ണുണ്ട്, വിവാഹം ചെയ്തോന്നു. ആ തഖ്വ, ആ സത്യസന്ധതയാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ നമുക്ക് വിനയാണ് വേണ്ടത്. മൂന്നാമത്തെ സ്വഭാവം വിനയാണ്. മസ്ല് പിടുത്തൊക്കെ വിട്ട് ആൾക്കാരോട് നല്ല രൂപത്തിൽ ഇടപെടുക എന്നാണ്. നീ അഹങ്കാരത്തോടുകൂടി നടക്കണ്ട, വിനയത്തോടുകൂടി. കാറൂന്റെ നടത്തത്തെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞറിയോ? കാറൂന്റെ നടത്തങ്ങനെ ഭയങ്കര സംഭവമായി, ജാടയായി നടക്കുകയായിരുന്നു. ജനങ്ങളോട് കവിൾ കോട്ടാൻ പാടില്ല. ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നീ പോവുകയും വേണ്ട. ദുരഭിമാനിയായ അഹങ്കാരിയായ ഒരാളെയും പടച്ചവന് ഇഷ്ടമല്ല. വണ്ടിങ്ങനെ അങ്ങനെ പോകുമ്പോഴേ, എന്റെ വണ്ടി പുതിയ വണ്ടി, ഞാൻ ടാക്സ് എടുക്കുന്ന റോഡ് ഒന്നും തോന്നണ്ട, ദുരഭിമാനി ഒന്നുമില്ല. ആർക്കിഷ്ടല്ല? അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അവരെ പ്രത്യേകം തരങ്ങൾക്ക് അവരിങ്ങനെ പറയും, ഞാൻ ഉണ്ടായതുകൊണ്ട്, ഞാൻ അല്ലെങ്കിൽ കാണായിരുന്നു, ഞാൻ അവിടെ ചെന്നപ്പോ എല്ലാം ക്ലിയറായി, ഞാനില്ലെങ്കിൽ ആകെ എല്ലാം പ്രശ്നമാകുമായിരുന്നു. നിങ്ങൾ ആത്മപ്രശംസ നടത്തരുത്. അനാനിയത്ത്, അനാനിയത്ത്, ജ്ഞാനീയത്ത്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഭംഗിയായിട്ട് നടക്കണേ എന്ന് തോന്നൽ. ആത്മപ്രശംസ അരുത്. വിനയാണ് ഉണ്ടാവേണ്ടത്. കഅബ ക്ലീനാക്കി, കഅബന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കണം. അവിടെ ലിഫ്റ്റും കോണിയൊന്നും ഇല്ല. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നത് കൊടുത്തു ബിലാലിനോട്. എന്നിട്ട് പറഞ്ഞു, ബിലാൽ കയറിക്കോ, എന്റെ ചുമലിൽ കയറിക്കോ, ചവിട്ടി കയറിക്കോ, എന്നിട്ട് ബാങ്ക് കൊടുത്തോ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ വന്നിട്ട് സങ്കടപ്പെട്ടു, നബിയെ എന്താ നിങ്ങളുടെ ശരീരത്തിൽ ചുവന്ന പാടുകൾ, ഈ തപ്പന ഈ കടന്നിട്ടാണത്, ഓലയിൽ കടന്നിട്ടാണ്, ഇസ്രയും കൈസറും അങ്ങനെയൊന്നും വേണ്ട, ചെറുതൊന്നും. വിഷ്ണു പറഞ്ഞു, ഇതിനൊന്നും ആവശ്യമില്ല,
അവർക്ക് ദുനിയാവാണ്, നമുക്ക് പരലോകാണ്. അതായിരുന്നു വിനയമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. നാലാമത്തെ ഗുണം നിങ്ങൾക്ക് ലജ്ജ വേണമെന്നാണ്. ലജ്ജ അൽ ഹയാഹു മിൻ ശുഅബത്തിൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ പാർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റക അന്നാസ് മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്നഹ് മാ ശിഅത. നിനക്ക് ലജ്ജ അല്ലെങ്കിൽ തോന്നിയതുപോലെ ചെയ്തോ. ആളുകൾ പറയല്ലേ, കുറച്ചുകൂടി ഇതായി പറയും, നിനക്ക് ഉളുപ്പില്ലെങ്കിൽ ചില നാട്ടിൽ പറയും, നിനക്ക് മടിയില്ലെങ്കിൽ പല ഇഷ്ടം പോലെ ചെയ്തോ. ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്യാനാണ്. ഈ ലജ്ജ തുടങ്ങിയത് നിങ്ങൾക്ക് സ്വർഗത്തു നിന്നാണ്. അതിന് പിന്നീട് അള്ളാഹ് പറഞ്ഞു, പിന്നെ അതേ ആ മരത്തുമ്മ പോകണ്ടോ, അതും ആ മരത്തുമ്മ പോകേണ്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനവി എന്ത് ചെയ്തു? പോകേണ്ട തീരുമാനിച്ചു. ഇബ്ലീസ് വന്നു. ഇബ്ലീസ് വന്നിട്ട് പയം കഴിപ്പിച്ചു. ആ സംഭവത്തെ പറ്റിയുള്ള പിശാച് അവരെ രണ്ടുപേരെയും പറ്റിച്ചു. അവരെ മരത്തിലേക്ക് ചെന്നതിൽ പയം ഭക്ഷിച്ചപ്പോൾ അതുവരെ മറഞ്ഞു വെച്ചിരുന്നവരുടെ ഗോപ്യസ്ഥാനങ്ങൾ, ലൈംഗിക അവയവങ്ങൾ പ്രകടമായി കാണാൻ തുടങ്ങി. സ്വർഗത്തിലെ ഇലകൾ എടുത്തവർ അവരുടെ ഔറത്തുകൾ മറക്കാൻ ശ്രമിച്ചു. ഇന്ന് ചർച്ച എന്താ നിങ്ങൾക്ക്? മൈ ബോഡി മൈ ചോയ്സ്. ഞാൻ എങ്ങനെ അയച്ചിട്ട് നടക്കും വേണ്ടവർക്ക് കാണാം. അയച്ചിട്ട് നടക്കണമെന്നും പ്രശ്നമാണ് ഇസ്ലാമില്. അയച്ചിട്ട് നടക്കണതിനെ പറ്റി പറയണതും പ്രശ്നമാണ്. തോന്നിയാസം ചെയ്യുന്ന ആളല്ല, തോന്നിയാസം പറയണ. ഡബിൾ മീനിങ് പറഞ്ഞാലും പ്രശ്നമാണ്, കാണിക്കണമെന്നും എല്ലാം പ്രശ്നമാണ്. അല്ലേ? ലജ്ജമാണ്. ഇന്ന് ലജ്ജല്ല, പരമാവധി കാണിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരിക്കൊടുത്തു. എന്നിട്ട് മരത്തിന്റെ ചുവട്ടിൽ എങ്ങനെ ഇരുന്നു? എന്തെങ്കിലും ഒരു സഹായം കിട്ടണല്ലോ. ആ നേരത്തെ ഒരു പെൺകുട്ടി ലജ്ജയോടുകൂടി വന്നു, മടിച്ചിങ്ങനെ വന്നിട്ട് വന്നു, പിന്നെ നിങ്ങളെ എന്റെ ഉപ്പ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിന് പ്രതിഫലം തരാം, ഒന്ന് വരുമോ? ലജ്ജയോടുകൂടി. ഇന്ന് ലജ്ജല്ലാത്ത കൗമിലാണ് ആര് ജീവിക്കണേ? നമ്മൾ ജീവിക്കണമെന്ന് കൂടി മനസ്സിലാക്കാം. അഞ്ചാമത്തെ കാര്യം നിങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാന്നില്ല. ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ദുനിയാവിലെ പ്രയാസം അകറ്റിക്കൊടുത്താൽ നഫസല്ലാഹു ഖുർഅൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അല്ലാഹു അയാളുടെ പ്രയാസത്തെ, പരലോകത്തെ പ്രയാസത്തെ ഇല്ലാതെയാക്കും. വമൻ യസ്സറ അലാ മുഅ്സിർ, ആരാണോ ബുദ്ധിമുട്ടുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹു അയാളെ ദുനിയാവിൽ ഹെൽപ്പ് ചെയ്യും, പരലോകത്തും ഹെൽപ്പ് ചെയ്യും. ومن ستر مسلما في الدنيا ستر الله عليه في الدنيا والآخرة, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചാൽ, ദുനിയാവിൽ മറച്ചാൽ, അയാളെ ന്യൂനത അല്ലാഹു ദുനിയാവിലും പ്ലസ് പരലോകത്തും മറക്കും. വല്ലാഹു ഫീ ഔനിൽ ആബിദ് മാ കാനൽ ആബിദു ഫീ ഔനി അഖി, അല്ലാഹു അടിമനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, അടിമ അവന്റെ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്. ആറാമത്തെ നിങ്ങൾക്ക് നല്ല വാക്ക് പറയുക. നല്ലത് പറയാനല്ല, ഏറ്റവും നല്ല വാക്ക് പറയാ. വഖുല്ലി ഇബാദി, നബിയെ എന്റെ അടിമകളോട് പറ, യഖൂലു, അവര് പറയട്ടെ, അല്ലദീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് പറഞ്ഞ പോലെ. അഹ്സൻ നമ്മൾ വാങ്ങുകൊടുത്തപ്പോ എന്താ പറഞ്ഞേ? അല്ലാഹു കബീർ പറഞ്ഞ പോലെ, വലുതാണെന്ന് പറയാം. പക്ഷെ പറഞ്ഞ എന്താ? അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞു. അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ മതി, നല്ലത് എന്നില്ലേ. പക്ഷെ അല്ലാഹു പറഞ്ഞ പറയാം, യഖൂലു അല്ലദീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് പറ. ഇല്ലെങ്കിലോ ഉണ്ടാൻ പാടില്ല. കഴിഞ്ഞു. പരലോകത്തിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാ നല്ല പറ, അല്ലെങ്കിലും മിണ്ടണ്ട എന്ന് പറഞ്ഞു. ഏറ്റവും നല്ല വാക്ക് പറയുക. ആരോടാണെങ്കിലും ശരി, നീതിയോടുകൂടി പറയാൻ പറ്റുള്ളൂ. ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും നീതിയോടുകൂടി പറയുക. ഏഴാമത്തെ നിങ്ങൾക്ക് ക്ഷമ എന്നുള്ളത് നല്ലൊരു സ്വഭാവമാണ്. ചില ആളുകൾ പറയും, എനിക്ക് മൂക്കത്താണ് ദേഷ്യം. മൂക്കത്താണെങ്കിലും സുഗന്ധം വേഗം വായിക്ക് ചാടും. അതന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ വന്നു. കൊണ്ടുവന്ന ആളെ മുമ്പെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിയിട്ട് ആയിഷ ബീവിക്ക് കൊടുത്തു.
ആയിഷയെ തട്ടിട്ടു. നബി മാത്രല്ല, കൊണ്ടുവന്ന ആളും കൂടി ഉണ്ട്. കൊണ്ടുവന്ന ആളോട് പറഞ്ഞു, നിങ്ങളെ ഉമ്മക്കെന്ന് കുറച്ചധികം ഏറുണ്ട് തോന്നുന്നു പറഞ്ഞു. എന്നിട്ട് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ പുറക്കിയെടുത്തു. ഇനി ഞാനാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് ആലോചിക്കുക. നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും? പാത്രം നിലത്ത് വീണിന് മുമ്പ് ആരോളെ വെക്കും അല്ലേ? ഭാര്യ വെക്കും. സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഏറ്റവും നല്ല ആളാരെങ്കിൽ പള്ളിയിൽ മാന്യമായി പെരുമാറുന്ന ആളല്ല, നാട്ടിലെ ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളല്ല. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും വഅന ഖൈറും മിൻ അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. സുഹൃത്തുക്കൾ, ആത്മാർത്ഥത ഞാൻ ചോദിക്കാം, എന്നോട് ചോദിക്കട്ടോ, ഭാര്യനെ അടിക്കാത്ത എത്ര ആൾക്കാരുണ്ടോ? ഭാര്യയെ അടിക്കാത്തവർ എത്ര പേരുണ്ടാകും? ഭാര്യനെ അടിക്കാന്ന് പറഞ്ഞ കെട്ടിയത് ത്വലാഖിന്റെ സമയ. എന്റെ അടുത്ത് കറിഞ്ഞൊരു സമയത്തൊരു കേസ് ഷാറാണ്, നിസ്കാരണ്ട്, നോമ്പുടി എല്ലാം കേട്ടോ. പക്ഷേ അവൾക്ക് അടി കിട്ടാത്തൊരു ദിവസമല്ല. ഖലാസ്. അതാ പറഞ്ഞേ, സ്വഭാവമൊക്കെ റെഡി, പുറത്തൊക്കെ റെഡിയാണ്, പക്ഷെ വീട്ടിൽ റെഡിയല്ല. സുഹൃത്തുക്കളെ, ഭാര്യയെ തച്ചിട്ടുണ്ടോ? ഭാര്യയെ തല്ലിയിട്ടുണ്ടോ? അള്ളാഹ് എങ്ങനെ പറ്റുന്നടോ നമുക്ക്? പുറത്തൊക്കെ മാന്യനാണ്, വേഷം മാന്യനാണ്, പെരുമാറ്റം മാന്യനാണ്, പക്ഷെ വീട്ടില് ഒരു കാര്യമില്ല. മാഫി ഫായിദ. ആലോചിച്ചോക്കി, ആത്മാർത്ഥമായിട്ട് ആലോചിച്ചോക്കി. ഇത്ര കാലത്തിനിടയിൽ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട്? ഒന്ന് രണ്ടൊക്കെ പ്രാവശ്യം എണ്ണാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര സംഭവം അല്ലെ? ഇതൊക്കെ എണ്ണാൻ സമയം വേണ്ടെന്നായിരിക്കും ചില ആൾക്കാർ പറയാം. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കുമാറാവട്ടെ. ഒരു ഭാര്യനോടുള്ള പെരുമാറ്റം അല്ലെ? റസൂലുള്ളാഹി ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറിയിരുന്നു. ഒരൊറ്റ ഭാര്യ പോലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. അതായിരുന്നു സ്വഭാവം എന്നുള്ളത്. എട്ടാമത്തെ വേണ്ടത് നമുക്ക് വിട്ടുവീഴ്ചയാണ് വേണ്ടത്. അഫ്വ്, വിട്ടുവീഴ്ച കൊടുക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോ കൈത്തിൽ ഷാൾ ഉണ്ടാവും, ഒരാളൊറ്റ വലി കൈത്തുനിന്ന്, എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് കൊണ്ടോ, പ്ലീസ് ഗിവ് മീ. നമ്മളാണ് എന്താ കൊടുക്കുക? തിരിഞ്ഞു നിന്നിട്ട് ഒന്നോട് കൊടുക്കും അല്ലെ? ഇസ്ലാം അയാളോട് പറഞ്ഞു, അബ്ബാസിനോട് പറഞ്ഞു, ഫളിനോട് പറഞ്ഞു, ഫളിൽ അയാൾക്ക് എന്താ കൊടുക്കുക? തന്റെ കഴുത്ത് വലിച്ചു കീറിയ ആളോട് പോലും അഫ്വ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിരുന്നു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽകാലിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. ഉണ്ടാവുന്ന സമയത്തും ഇല്ലാത്ത സമയത്തും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾ, വൽകാലിമീനൽ ഗൈള ദേഷ്യത്തെ ഒതുക്കി നിർത്തുന്ന ആളുകൾ, വൽആഫീന അനിന്നാസ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ സുഹൃതം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലൂ അവർക്കുള്ള പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. താഴ്ഭാഗത്ത് കൂടി അരിവേറയുന്ന സ്ഥിരവാസത്തിന്റെ സ്വർഗം. 3 ക്വാളിറ്റി പറഞ്ഞു അവിടെ. എന്താ? വിട്ടുവീഴ്ച ചെയ്യുക, അഫ്വ് ചെയ്യുക, ഉണ്ടാവുന്ന സമയത്ത് ഇല്ലാത്ത സമയത്ത് സ്വതം കൊടുക്കുക, ദേഷ്യം ഒതുക്കി നിർത്തുക. അവർക്കാണ് സ്വർഗം, എനിക്കാണോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. എനിക്കാണോ അതോ അവർക്കാണോ? നമ്മൾ പൊതുവെ പറയുന്നവരോ, ഞാനൊക്കെ സ്വർഗത്ത് പോകും, ഞാനൊക്കെ സ്വർഗത്തിൽ ആരാ പോവുക എന്ന് പറയും. സുഹൃത്തുക്കളെ, പോകുമെന്നാണ് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്. 9ാമത്തെ എന്താ? നിങ്ങൾക്ക് കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും വിമർശിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. എന്ത് കിട്ടിയാലും വിമർശിക്കുക. നല്ല രൂപത്തിലും പറയാ, വിമർശനായിട്ടും പറയാ. കൊണ്ടുവന്ന ഭക്ഷണത്തില് ഒരൽപ്പം ഉപ്പ് കൂടി ഇല്ലേ എന്ന് ചോദിക്കുന്നത് പ്രശ്നമല്ല. എന്നുണ്ടാക്കിയാലും ഇങ്ങനെയാണെന്ന കുറ്റപ്പെടുത്തലുകൾ വേദനകൾ സമ്മാനിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഞാൻ സേവനം ചെയ്തു. ഒരിക്കൽ പോലും അനസിനോട് ചോദിച്ചില്ല, അനസ് എന്റെ ഇങ്ങനെയെന്ന്. കുറ്റപ്പെടുത്തലുകളില്ലാതെ, ആക്ഷേപങ്ങളില്ലാതെ പോവുകയാണ്. 10ാമത്തെ കാര്യം എന്താ സുഹൃത്തുക്കളെ? മറ്റുള്ളവരെ ആദരിക്കാൻ പഠിക്കണം. ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് തോന്നണ്ട, ഞാനൊന്നുമല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ ആദരിക്കണം. അവരാരായിക്കോട്ടെ, അവർക്ക് അവരെ പദവിയും സ്ഥാനങ്ങളും മാനങ്ങളും കൊടുക്കണം. ഒരു ജനാസ ഇങ്ങനെ പോയി, നബി ഇസ്ലാമിനോട് ചോദിച്ചു, നബിയെ എന്തിനാ നിങ്ങൾ എണീറ്റിക്കണത്? അതൊരു ജൂതന്റെതല്ലേ എന്നാ.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് ജൂതനാണെങ്കിൽ ഒരു മനുഷ്യനല്ലടോ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനുഷ്യത്വം ഉണ്ടാവണം. ഒരു 10ഓളം സ്വഭാവം ഞാൻ എണ്ണി പറഞ്ഞു. ഈ സ്വഭാവം എന്നിലുണ്ടോ എന്ന് ആലോചിക്കുക. എങ്കിൽ നാളെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതങ്ങളിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി വമൻ വാലാ വതഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല സ്വഭാവം ഉണ്ടായാൽ ലഭിക്കുന്ന 10 ഗുണങ്ങളും നല്ല 10 സ്വഭാവങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഈ സ്വഭാവം കിട്ടണമെങ്കിൽ നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വജ്ജഹത്തുണ്ട് അല്ലേ, നമുക്കാകെ മാനവിനൽ മുശ്രിക്കും വരെയാണ് അറിയാം. അതിന്റെ അവസാനം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വഹ്ദിനി ലിയഹ്സനിൽ അഖ്ലാഖി, പടച്ചോനെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എനിക്ക് മാർഗം കാണിക്കണമേ. ലാ യഹ്ദി ലിയഹ്സനിഹാ ഇല്ലാ അൻത, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീയാണ് മാർഗം കാണിക്കുക. വസ്രിഫ് അന്നി സയ്യിഅഹാ, പടച്ചോനെ എന്റെ സ്വഭാവം നീ മോശപ്പെട്ട സ്വഭാവം ഇല്ലാതെയാക്കണം. ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത, പടച്ചറബ്ബേ നീ വിചാരിച്ചാലേ എന്റെ മോശം സ്വഭാവങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ സ്വഭാവം നന്നാക്കണം, എന്റെ സ്വഭാവം എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടാവണം, എന്റെ മക്കൾക്ക് ഇഷ്ടാവണം, എന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഇഷ്ടാവണം, ഞാൻ ആരുടെ കീഴിലാണോ ജോലി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടാവണം, എന്റെ ചുറ്റും ജീവിക്കുന്നവർക്ക് എന്റെ സ്വഭാവം ഇഷ്ടമാകണം, എല്ലാവർക്കും എന്റെ സ്വഭാവം ഇഷ്ടമാകണം. റബ്ബേ എന്റെ ഭാര്യയുടെ സ്വഭാവം എനിക്ക് ഇഷ്ടാവണം, എന്റെ മക്കളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടാവണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് സുഹൃത്തുക്കളെ. പടച്ചവനോട് ചോദിച്ചാൽ പടച്ചവൻ തരും. പടച്ചവനോട് പ്രാർത്ഥിക്കാണ് വേണ്ടത്. പടച്ച റബ്ബ് നമ്മളെ മാറ്റിത്തരും. എല്ലാവർക്കും ബുദ്ധിമുട്ടായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അയൽവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടായ കുട്ടി. എന്റെ ഉമ്മ പ്രാർത്ഥിച്ചു, പടച്ചോനെ എന്റെ കുട്ടിയുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ. ആ കുട്ടി ഇന്ത്യയിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതനായി മാറി. 3 ഭാഷകളിൽ അവഗാഹം നേടിയ വലിയ പണ്ഡിതനായ അബുൽ ഹസൻ അലി നദ്വിയായി മാറി. എന്താ അറിയോ? സ്വഭാവം നന്നാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ കുട്ടികളെ പറ്റി പലപ്പോഴും പരാതി പറയും. കുട്ടി അല്ലെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പടച്ചോനെന്തെങ്കിലും? ഒരു കുട്ടി വീട്ടിൽ ഗസ്റ്റുകാർ വന്നപ്പോ ഉണ്ടാക്കിയ ഭക്ഷണത്തിലുണ്ടായിട്ട് പൊയ്മണൽ വാരിയിട്ടു. ആ ഉമ്മ ആ കുട്ടിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ജഅലകല്ലാഹു ഇമാമൽ ഹറമൈൻ, ഉമ്മന്റെ കുട്ടിനെ അല്ലാഹു ഹറമിലെ ഇമാമാക്കട്ടെ എന്ന്. ഗസ്റ്റുകളെ മുമ്പിൽ തന്നെ അപമാനപ്പെടുത്തിയ കുട്ടിയെ ചേർത്ത് പിടിച്ചുമ്മ പ്രാർത്ഥിച്ചതാണ്. ആ കുട്ടിയാണെന്ന് ഹറമിലെ മുഖ്യ ഇമാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ്. നമ്മളെ കുട്ടികളൊക്കെ പറ്റി നമ്മൾ പരാതി പറയില്ലേ? നാട്ടിലൊക്കെ ആകെ ലഹരിയാണ്, ഉമ്മനെ കൊന്നത് ലഹരിക്കാണ്, സ്വഭാവം മോശമാണ്, അധ്യാപകരുടെ കയർക്കാണ്, നെട്ടിക്കാണ്. ഒന്നും സംഭവമല്ല അല്ലെ? ഡോക്ടർമാര് വരെ അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. എന്റെ കുട്ടിന്റെ സ്വഭാവം പ്രശ്നം നന്നാക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ കുട്ടിക്ക് നല്ല ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെ? എന്റെ കുട്ടിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് നല്ല സ്വഭാവമാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആലോചിച്ചോളി, ആത്മാർത്ഥ പ്രാർത്ഥിച്ചോളി. നല്ല സ്വഭാവത്തോടു കൂടി കുടുംബത്തോടെ സ്വർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നല്ല സ്വഭാവമായി നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതങ്ങളിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മോശപ്പെട്ട സ്വഭാവങ്ങളെ മാറ്റി നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവസാനം റബ്ബിനും ഇഷ്ടമുള്ളവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقيموا الصلاة